സോ ഗീസ് നമ്മുടെ ഇൻസ്റ്റ വീഡിയോ ആണെന്ന് എല്ലാ കൂട്ടുകാർക്കും ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലായി കാണും. ഒരു പുള്ളിക്കാരൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നെയാണ്. പക്ഷേ അന്ന് എനിക്ക് മേടിക്കാനായിട്ട് പറ്റിയില്ല ഗീസ്, എൻ്റെ അതിനുള്ള പൈസ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അടുക്ക് പുള്ളിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു റൂമിൽ ഞാൻ കയറിയിട്ടുണ്ട് ബ്രോ, അതിൻ്റെ പാസ് ഞാൻ തരാം, ബ്രോ കയറി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ കയറി ചെന്നപ്പോഴത്തേക്കും പുള്ളി ആണെങ്കിൽ ആ വണ്ടിയിൽ നമ്പർ പ്ലേറ്റിൽ എൻ്റെ പേരൊക്കെ അടിച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ വണ്ടി. പക്ഷേ നമുക്കിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഗീസ്, കാരണം എൻ്റെ ഈ പൈസ ഇല്ല. എന്തായാലും ആ പുള്ളി ഇവിടെ വീക്കാൻ റൈഡ് എന്നും പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞൊക്കെ വിടുന്നുണ്ട്, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ വിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വണ്ടി മേടിക്കാനായിട്ട് പറ്റത്തില്ല. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കയ്യിലാണ് പൈസ ഇല്ല, 10 രൂപയാണ് വേണ്ടത്, പക്ഷേ എൻ്റെ $5 എങ്ങാണ്ടേ ഉള്ളൂ. അത് കാരണം എനിക്ക് ആ വണ്ടി മേടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ ബ്രോയിക്ക് പറഞ്ഞു ഇവിടെ ആയിട്ട് പൈസ കൊടുത്ത് പിന്നെ അല്ലെങ്കിൽ നമുക്ക് കോയിൻ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മോഡ് കയറ്റി കളിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട്. അവരൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് പൈസയൊക്കെ കിട്ടുന്നവരുമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ കളിക്കുന്നത് ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ എൻ്റെ 5 ഉള്ളെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കയ്യിൽ 5 ഉള്ളെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ ബ്രോ എന്ത് പറയുന്നു അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം എക്സ്ചേഞ്ച് ചെയ്ത് എൻ്റെ ചെറുക്കന് എനിക്ക് കൊടുക്കാനും പറ്റത്തില്ല. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എന്തായാലും നമുക്ക് ആ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കണം, കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് എന്തോ പോലെ ആണ് എനിക്ക് എൻ്റെ ചെറുക്കൻ ഇത്രയും നാൾ ഞാൻ കൊണ്ടു നടന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് കൊടുക്കുമ്പോൾ എനിക്കങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആവും നമുക്ക് വണ്ടിയോട്. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ബ്രോ എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും അയക്കുന്നില്ല. ഞാൻ അയച്ചിട്ട് കുറച്ച് നേരമായി, പക്ഷേ പുള്ളി കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തില്ല. ആകടിപ്പിച്ചാണ് പുള്ളി റിപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ആ വണ്ടി നിങ്ങൾ ചെയ്തിരിക്കുന്ന കാണുക. ഞാനിപ്പോൾ മേടിച്ചില്ലെങ്കിൽ ആ ബ്രോ എനിക്ക് കൊണ്ട് തന്നത് വെറുതെ ആയിപ്പോവും. കാരണം അതിൻ്റെ ബാക്കിൽ നമ്മൾ KL ബോയ് എന്നും പറഞ്ഞൊക്കെ അടിച്ച് നമ്പർ പ്ലേറ്റിലൊക്കെ നമ്മുടെ പേര് അടിച്ചിട്ടുണ്ട്. ഞാൻ നേരെ എക്സ്ചേഞ്ച് കൊടുത്തു. എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നടന്ന എന്താണെന്നൊക്കെ ഞാൻ പറയാം എന്തായാലും. അപ്പോൾ പുള്ളിയാണെങ്കിൽ എൻ്റെ അടുക്കൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഇൻസ്റ്റ വഴിയാണ് പറഞ്ഞത്, നമ്മുടെ ചെറുക്കന് അടിപൊളിയായിട്ട് ബ്രോയ്ക്ക് തന്നെ റിട്ടേൺ ആയിട്ട് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ ചെറുക്കൻ കുറച്ചാൾ കഴിഞ്ഞ് നമ്മുടെ കൂടെ വരും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വണ്ടിയിലായിരിക്കും ഇനി നമ്മൾ ഭൂരിഭാഗം ടൈം നടക്കാനായിട്ട് പോകുന്നത്. ഇത് കുറച്ച് വലിയ വണ്ടിയാണ്, പക്ഷേ എന്നാലും കൊള്ളാം. ഈ ഒരു വണ്ടിയുടെ പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആരും ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ തന്നെ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിരിക്കുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അടുത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇങ്ങനത്തെ വീഡിയോ വേണോ വേണ്ടേന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണോ ജെന്യൂൻ ആയിട്ടുള്ളൊരു കമൻറ്റ് താഴെ ഇടുക. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബാക്കിലൊക്കെ നോക്കാനാണ് ആ പുള്ളി പറയുന്നത്. എൻ്റെ പേരൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടു ബ്രോ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ നമ്പർ പ്ലേറ്റിൽ പേരടിക്കാനൊന്നും അറിയത്തില്ല. എൻ്റെ ആപ്പാട് 3 വണ്ടിയേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ചെറുക്കന് ഇപ്പോൾ കൊടുത്തിട്ടാണ് ഇതെടുത്തത്. അപ്പം നമുക്ക് ഇപ്പോഴും 3 വണ്ടി തന്നെ ഉള്ളൂ. എന്തായാലും ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ കണ്ടു, താങ്ക്സ് ബ്രോ എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ KL ബോയ് എന്ന് പറഞ്ഞ ഫ്രണ്ടിലും ബാക്കിലും നമ്പർ പ്ലേറ്റിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് കളറ് മാറ്റാനായിട്ട് പറ്റത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ബ്ലൂ ആണ്. അതാണ് ഞാൻ വണ്ടിയിൽ ബ്ലൂ ചെയ്തുകൊണ്ട് നടക്കുന്നത്. നമ്മുടെ വണ്ടി ആ പുള്ളി എടുത്തിട്ടുണ്ട്. ആ പുള്ളി എടുത്തിട്ട് പറഞ്ഞു ബ്രോയ്ക്ക് പക്കയായിട്ട് ഞാൻ തിരിച്ചു തരും, എല്ലാം മോഡിഫിക്കേഷൻ എല്ലാം ചെയ്ത് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ബാക്ക് അടിച്ച് നോക്കാനാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോയി നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൽ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്കും വേറൊരു മച്ചാൻ പറഞ്ഞു ബ്രോ ഒന്ന് ഞാൻ റൂം ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറാമെന്ന് ചോദിച്ചു എൻ്റെ അടുക്കൽ. അപ്പം ഞാൻ കയറി. എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് പറയുമ്പം നമ്മൾ ഉറപ്പായിട്ട് അവരുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനുമായിട്ട് കളിക്കണമെന്ന് താല്പര്യമുള്ള കൂട്ടുകാരാണ് എന്നെ ഇൻസ്റ്റ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അപ്പം ആ ബ്രോയുടെ വണ്ടിയാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രിമിനൽ എന്നാണ് ആ ബ്രോ ഈ ഒരു വണ്ടിക്ക് പേരിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. നമ്മുടെ ഇൻസ്റ്റ ഐഡി നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും അവിടെ വന്നിട്ട് എൻ്റെ ഇൻസ്റ്റ ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വണ്ടിയിൽ
ആ ബ്രോ പറഞ്ഞു എൻ്റെ കൂടെ വാ ബ്രോ നമുക്കൊന്ന് റൈഡ് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതാണ്. ഒരു രക്ഷയില്ലാത്ത കാറ് തന്നെയായിരുന്നു ഗീസ്. അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഒരു ഫീലായാലും സൗണ്ട് ആയാലും അത്യാവശ്യം പൊളിയാണ് ഗീസ്. എന്തായാലും ഞാൻ ആദ്യമൊക്കെ വണ്ടി ഓടിച്ചു, പിന്നെ ആ ബ്രോയോട് ഓടിക്കാനായിട്ട് പറഞ്ഞു. കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ട കാരണം തന്നെ ഞാൻ ആ ബ്രോയിഡിക്കൽ ഓടിക്കാൻ പറഞ്ഞു. പിന്നെ ആ ബ്രോയിഡിക്കെ പറഞ്ഞു നല്ലൊരു പ്ലേസിലേക്ക് എന്നെ കൊണ്ടുപോകാനും പറഞ്ഞു. അപ്പോൾ ഗീസ് ബ്രോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ജയൻറ്റ് വീലൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് ഷോപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ബ്രോയിനെ വിളിച്ച് ഈ ഒരു ഡ്രിങ്ക് ഷോപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് രണ്ടുപേർ കൂടി പിക്ക് എടുത്തിട്ട് അത് തംബ്നെയിലായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ സിനിയാണെങ്കിൽ പുള്ളീനെ നമുക്ക് അടുക്കയിലേക്ക് വിളിക്കണം. എന്തായാലും ഞാൻ മെസ്സേജ് അയച്ച് പുള്ളീനെ ആ ഇതിൻ്റെ അടുക്കേ വന്ന് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനാണ് പറയുന്നത്. കാരണം പുള്ളി എൻ്റെ അടുക്കേ വന്ന് നിൽക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ രണ്ടിൻ്റെ ഒരു പിക്കായിട്ട് നമുക്ക് എടുത്തിട്ട് തംബ്നെയിലായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും പുള്ളിയാണെങ്കിൽ വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും പുള്ളി ഇതുവരെ നമ്മുടെ കൂടെ നിന്നതെല്ലാം നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെയാണ്. അതുപോലെ റൈഡിന് കൊണ്ടുപോകാനായാലും പുള്ളി പക്കയായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗീസ് എന്തായാലും പുള്ളി വന്നാൽ കറക്റ്റ് ആ ഷോപ്പിൻ്റെ പറ്റയിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു പിക്ക് എടുക്കണം. കാരണം പിക്ക് എടുത്താൽ മാത്രമേ നമുക്ക് തംബ്നെയിൽ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊരു നല്ല പോസാണെന്ന് എനിക്ക് തോന്നിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് പിക്കൊക്കെ എടുക്കുന്നുണ്ട് ഗീസ്. എന്തായാലും ഞാൻ ഇവിടുന്നായിട്ട് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ഒരു 2-3 പിക്ക് ഏകദേശം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എടുക്കുന്നുണ്ട്. എന്തായാലും ഗീസ് ഈ ഒരു ഷോപ്പ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ജയൻറ്റ് വീലിൻ്റെ ഈ ഒരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ബ്രോയിഡിക്കൽ ഞാൻ പറഞ്ഞതാണ് നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ. ആ പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ ആയിട്ടാണെങ്കിൽ നമ്മുടെ ജയൻറ്റ് വീലുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ ഷോപ്പാണെന്ന് എനിക്കറിയത്തില്ല, എന്തിൻ്റെയൊക്കെയോ ഷോപ്പാണ്. ഞാൻ ആദ്യം വിചാരിച്ച ഡ്രിങ്ക് ഷോപ്പാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്, പക്ഷേ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കൺഫേം ആക്കാൻ വേണ്ടി ആ ബ്രോയിഡിക്കൽ കൂടെ ചോദിക്കാനായിട്ട് പോവാണ് എന്തിൻ്റെ ഷോപ്പാണ് ബ്രോ എന്ന്. എന്തായാലും ബ്രോ എന്ത് പറയുമെന്ന് നമുക്കറിയാം. എന്തായാലും ഞാൻ എന്തിൻ്റെ ഷോപ്പാണെന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഗീസ് ഇതിൻ്റെ അകത്ത് സംസാരിക്കാൻ പറ്റുമെന്ന് കൊള്ളായിരുന്നു. ഇത് മൈക്കിൻ്റെ ഓപ്ഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് സംസാരിക്കാനായിട്ട് പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗീസ് അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാവുന്ന കൂട്ടുകാരുണ്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്യുക. അതുപോലെ ഗീസ് ഇതിൻ്റെ സൈഡിലൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഹോട്ട് ഡോഗ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സിൻ്റെ എന്തോ ഒരു ഷോപ്പാണെന്നാണ് ഗീസ് തോന്നുന്നത്. എന്തായാലും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യൂ നിങ്ങൾ നോക്കുക. നമ്മുടെ ബ്രോയുടെ ചെറുക്കൻ അവിടെ കിടപ്പുണ്ട്. അതും പക്കയാണ് ഗീസ്. ബ്രോയുടെ വണ്ടി കിടിലമാണ്. ക്രിമിനൽ എന്നൊക്കെ അടിച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ് ബ്രോയുടെ. അതുപോലെ തന്നെ ഗീസ് എനിക്ക് ഈ ജയൻറ്റ് വീലിൽ കയറണമെന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അത് കയറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ GTA 5 കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു ഗെയിമിൽ അങ്ങനെ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊരു ഡ്രിങ്ക് ഷോപ്പ് ആണെന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും അപ്പം നമ്മൾ വിചാരിച്ചത് കൺഫേം തന്നെയാണ് ഗീസ്, ഡ്രിങ്ക് ഷോപ്പ് തന്നെയാണിത്. എന്തായാലും ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ ഇട്ടിരിക്കുന്നത്. അതെല്ലാ കൂട്ടുകാരും കണ്ടു കാണും. പിന്നെ ഗൈസ് എനിക്കാണ് ഈ ജയൻറ്റ് വീലിൽ കയറണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് കയറി ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ അതൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ്. ഈ ജയൻറ്റ് വീലിൻ്റെ മണ്ടൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റുമെന്ന്, കയറിപ്പോകുന്ന എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടെങ്കിലോ. എന്തായാലും മറ്റന്നാൾ ഞാൻ വീഡിയോ ഇടാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം മിനിഞ്ഞാന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ മറ്റന്നാളെന്ന് പറഞ്ഞത്. അപ്പോൾ ഗീസ് എന്തായാലും നമുക്ക് ആ ജയൻറ്റ് വീലിൽ അങ്ങോട്ട് പോയി നിൽക്കാം. എന്തായാലും ജയൻറ്റ് വീലിൻ്റെ മണ്ടക്ക് കയറണമെന്നുണ്ട് എനിക്ക്. പക്ഷേ ജയൻറ്റ് വീലിൽ കയറാനായിട്ട് പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ജയൻറ്റ് വീൽ ചുമ്മാ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അടുക്കേ പോയി കഴിഞ്ഞാൽ കയറുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഞാൻ ജയൻറ്റ് വീലിൻ്റെ അടുക്കയിൽ വന്നിട്ടുണ്ട്. ജയൻറ്റ് വീലിൻ്റെ അടുക്കേ വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ആ ജയൻറ്റ് വീൽ ഇങ്ങനെ പോകുന്നുണ്ട്. കയറാനൊന്നും പറ്റുന്നില്ല, നമ്മളെ ഇങ്ങനെ ഇടിച്ചിടിച്ച് പോവുകയാണ്. എന്തായാലും കുറച്ചുകൂടെ നന്നായിട്ട് കയറുന്ന രീതിയിലൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ വരുന്ന ഇഷ്ടമാണോ അല്ലയോ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കാവുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും ബോറിങ് മാറ്റാനായിട്ട് ഞാൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ സംസാരിക്കുന്നതിൽ വല്ല ഇഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം. എന്തായാലും ആ ബ്രോ ചോദിച്ച റെക്കോർഡിംഗ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നല്ല രീതിക്ക് ക്ലാരിറ്റി ഉള്ള ഒരു ഗെയിം തന്നെയാണ് ഗീസ് നമ്മുടെ ഈ ഒരു ഗെയിം. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇല്ലിമുളയാണെന്നാണ് ഗീസ് തോന്നുന്നത്. അതുപോലെ തന്നെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ക്യാമറയൊക്കെ ചുമ്മാ അങ്ങോട്ടൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ബ്രോയോട് ഞാൻ ഐസിന് എൻ്റെ കൂടെ വരാനായിട്ട് പറയാനായിട്ട് പോവാണ്. കാരണം ബ്രോയുടെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു വരാം. ബ്രോയ്ക്ക് റൈഡ് പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഗീസ്. എന്തായാലും പുള്ളിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബ്രോ റൈഡ് പോകാം. അപ്പം ഞാൻ പറഞ്ഞു ബ്രോ നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, എനിക്ക് കുറച്ച് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ കാരണമാണ് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ഞാനാണെങ്കിൽ ഈ സൈഡിലോട്ട് വന്നപ്പോൾ പുള്ളി നേരെ റൈഡ് പോകാമെന്ന് പറഞ്ഞ്
താഴത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എൻ്റെ കൂടെ വരാനായിട്ട് പറഞ്ഞു. അപ്പോൾ ബ്രോ ആണെങ്കിൽ കയറി വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് പിന്നെയും 2 ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇത് ആരെ കാണിക്കാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു കൊടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു പാലം കണക്കത്തെ ഒരു ഐറ്റം ആണ്. നമ്മൾ അവത്തിൽ കൂടെയാണ് നടന്നു പോകുന്നത്. ഇവിടെയൊക്കെ കാണാനായിട്ട് വളരെയധികം രസമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് എന്തോ ഒരു കൊട കണക്കത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വളരെയധികം ലെങ്തായി പോയി. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.